നബിവാക്യം. ലോകസൃഷ്ടാവായ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നു, എൻ്റെ ദാസന്മാരെ, ഞാൻ എൻ്റെ മേൽ അക്രമം നിഷിദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾക്കിടയിലും ഞാൻ അക്രമം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ പരസ്പരം അക്രമം ചെയ്യരുത്. വിശുദ്ധ ഖുർആനിൽ പ്രകാരം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അടിമകളായ മനുഷ്യരോട് ഒരിക്കലും അക്രമം ചെയ്യുന്നവനല്ല. അക്രമം എന്ന് പറയുമ്പോൾ അതിന് വിശാലമായ അർത്ഥ തലങ്ങളുണ്ട്. മറ്റൊരാളെ ശാരീരികമായി ഉപദ്രവിക്കൽ, മാതാപിതാക്കളെ ദ്രോഹിക്കൽ, അയൽവാസികളുടെ സ്വസ്ഥത കെടുത്തൽ, മേലുദ്യോഗസ്ഥൻ തൻ്റെ കീഴിലുള്ളവരെ മാനസികമായി പീഡിപ്പിക്കൽ, അധികാരത്തിൻ്റെ മറവിൽ ജനങ്ങളെ ദ്രോഹിക്കൽ, പണിയെടുപ്പിച്ച ശേഷം തൊഴിലാളികൾക്ക് കൂലി നിഷേധിക്കൽ, സ്ത്രീധനത്തിൻ്റെയും മറ്റും പേരിൽ സ്ത്രീകളെ പീഡിപ്പിക്കൽ, ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തൽ തുടങ്ങിയവയൊക്കെ അക്രമത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. വാക്ക്, പ്രവൃത്തി, സമ്പത്ത്, സ്വാധീനം എന്നിവ കൊണ്ടൊന്നും ആരെയും ഉപദ്രവിച്ചുകൂടാ. മനുഷ്യരൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ആ നിലക്ക് അവർ പരസ്പരം സഹോദരങ്ങളായി വർത്തിക്കേണ്ടവരാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ പ്രകാരം പറയുന്നുണ്ട്, അക്രമികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി ദൈവം അശ്രദ്ധനാണെന്ന് നീ ഒരിക്കലും കരുതേണ്ടതില്ല. കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു നാൾ, അതായത് അന്ത്യദിനം വരെ അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. യമനിലേക്ക് ഗവർണറായി മുആദ് എന്ന ശിഷ്യനെ നിയോഗിച്ചുകൊണ്ട് നബി തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, മർദ്ദിതൻ്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കുക, അവനും ദൈവത്തിനുമിടയിൽ യാതൊരു മറയും ഇല്ല തന്നെ. ഖലീഫ ഉമർ ഒരു പ്രവിശ്യയുടെ ഭരണച്ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഒരാൾ ഉപദേശിച്ചത് ഇങ്ങനെയായിരുന്നു: ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥന താങ്കൾ സൂക്ഷിക്കുക, കാരണം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുക തന്നെ ചെയ്യും.